എനിക്കിതിന് സാധ്യമാകുന്ന ഒരു കാര്യം ജോർജിന്റെ അണ്ടർ കവർ ടീമിന് പൂർണ്ണ സ്വാതന്ത്ര്യം തരിക എന്നുള്ളതാണ്. ദാറ്റ് ഐ വിൽ ഡു. ഏറ്റെടുക്കാൻ പറ്റില്ലേ ഇതെനിക്ക്? ഷുവർ സർ. സർ, എൻ്റെ ടീമിന് എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ. സോ വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം വെരി സൂൺ. ഓക്കെ, വെരി ഗുഡ്. അതിനിടയിൽ മീഡിയസ് ആണ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം താങ്കളൊരു കാര്യം മനസ്സിലാക്കണം. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോ പ്രത്യേകിച്ച് ശ്യാമ എന്നൊരു സെലിബ്രിറ്റിയുടെ കാര്യത്തിൽ അത് ആളി കത്തുക തന്നെ ചെയ്യും. സോ എല്ലാ നീക്കങ്ങളും കരുതലോടെയായിരിക്കണം. ശ്യാമയുടെ ആരാധകരെ വേദനിപ്പിക്കുന്നതോ മുറിവേക്കുന്നതോ ആയ ഒരു നീക്കമോ ഒരു വാക്കോ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇലക്ഷൻ അടുത്ത് വരുന്നതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കാൻ ചിലരെങ്കിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫ്രം മൈ ഹാർട്ട് ഇതൊരു മനുഷ്യത്വപരമായ ഇടപെടലായിരിക്കണം. ശരി സർ. ഗായിക ശ്യാമയുടെ കാര്യത്തിൽ, അവരെ സ്നേഹിക്കുന്ന ആരാധകരുടെ കാര്യത്തിൽ വോട്ടിനെ കുറിച്ചുള്ള ചിന്ത എന്റെ ഭാഗത്തില്ല. സർ, സി യു ഹാവ് ഗോട്ട് ഫുൾ ഫ്രീഡം. വിത്തിൻ 24 hours ഈ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് മൈ റിക്വസ്റ്റ് ആൻഡ് ഓർഡർ. ഓക്കെ സർ. സർ, ബോഡി ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പരമാവധി സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. സർ. സി ഫർദർ മാറ്റേഴ്സ് ലെഫ്റ്റ് ടു യു. യെസ് സർ. ഓക്കെ. ഓക്കെ സർ. All the best. Thank you, sir. സർ. താൻ ആ ജോർജിനെ ഒന്ന് കണക്ട് ചെയ്യും. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സർ. ജോർജ് ഹിയർ. ഗുഡ് മോർണിംഗ് ജോർജ്. എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. സർ, വരാം സർ. ഗായിക ശ്യാമയുടെ കൊലപാതക വാർത്തയെക്കുറിച്ച് താൻ അറിഞ്ഞല്ലോ? സർ, അറിഞ്ഞു സർ. ഞാൻ ആ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സർ, ജനങ്ങളാകെ വയലന്റ് ആണല്ലോ സർ. യെസ്. ശ്യാമയെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നവരുടെ കാര്യത്തിൽ ശ്യാമയുടെ ആരാധകർ പൂർണ്ണമായും തൃപ്തരല്ല. ഈ കൊലപാതകത്തിന് പൂർണ്ണമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ടോട്ടൽ പോലീസ് ഫോഴ്സിന് തന്നെ തോൽവിയായിരിക്കും, ഒപ്പം ഗവൺമെന്റിനും. സർ, എനിക്കിതിന് സാധ്യമാകുന്ന ഒരു കാര്യം ജോർജിന്റെ അണ്ടർ കവർ ടീമിന് പൂർണ്ണ സ്വാതന്ത്ര്യം തരിക എന്നുള്ളതാണ്. ദാറ്റ് ഐ വിൽ ഡു. ഏറ്റെടുക്കാൻ പറ്റില്ലേ ഇതെനിക്ക്? ഷുവർ സർ. സർ, എൻ്റെ ടീമിന് എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ. സോ വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം വെരി സൂൺ. ഓക്കെ, വെരി ഗുഡ്. എന്നാൽ താൻ ഇങ്ങോട്ട് പോന്നോളൂ. ഓർഡർ ഇവിടെ റെഡി ആയിരിക്കും. താങ്ക് യു സർ. ഞാൻ ഉടനെ എത്തിക്കോളാം. ഓക്കെ, ആൻഡ് ഓൾ ദ ബെസ്റ്റ്. കമാൺ കമാൺ കമാൺ. ഞാൻ ഇത്രയ്ക്ക് പാപിയായിരുന്നു. എത്രയോ കാലം അനാഥയാണെന്നുള്ള വേദന അനുഭവിച്ചതാ. അതിനൊടുവിൽ എന്നെ കാണാൻ വന്നതല്ലേ എന്റെ അമ്മ. തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോ ഒരുപാട് സ്നേഹിച്ചതല്ലേ ഞാൻ. ഒരു ജന്മത്തിന്റെ കണക്ക് മുഴുവൻ സ്നേഹിച്ചു തീർക്കുന്ന അമ്മ എന്നോട് പറഞ്ഞതാ. എന്നിട്ടും എന്ത് ദൈവം അതിന് അവസരം കൊടുക്കാതിരുന്ന എന്നെ ജന്മം ഇങ്ങനെയായി പോയത്.
ഞാൻ ഒരിക്കലും ചിരിക്കാൻ പാടില്ല എന്നുള്ള ദൈവത്തിന്റെ തീരുമാനമാണോ? അവസാനമായിട്ട് ഒന്ന് കാണാൻ എനിക്ക് ആ മുഖം പോലും ബാക്കി വെച്ചില്ലല്ലോ. കത്തിച്ചു കളഞ്ഞില്ല എല്ലാരും കൂടി. അമ്മ നമ്മളോട് രണ്ടാളോടും പറഞ്ഞത് ഓർമ്മയില്ലേ, ഇനി ഒരുപാട് കാലം നമ്മുടെ കൂടെ ജീവിക്കണമെന്ന്? അതിന് സാധിച്ചില്ലല്ലോ. ആർക്കായിരുന്നു വരുൺ അമ്മയുടെ ഇത്ര വിരോധം? ആരാണ് അമ്മയെ കൊന്നത്? അമ്മ അമ്മയും കൊണ്ട് ഞാനിവിടെ വന്നപ്പോ എന്നെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചതല്ലേ? ഇനി നിന്റെ ജീവിതം മുഴുവൻ സന്തോഷായിരിക്കുന്നു പറഞ്ഞതല്ലേ അച്ഛൻ? എന്നിട്ടവിടെ അച്ഛൻ പൂജിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന, എന്റെ അമ്മ ആരാധിക്കുന്ന ദൈവം എന്തെങ്ങനെ കാണിച്ച? മനുഷ്യരായ നമുക്ക് ഒരു മരണത്തെക്കുറിച്ച് വിലയിരുത്താനുള്ള യഥാർത്ഥ കഴിവൊന്നുമില്ല മോളെ. നിന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒന്നും കിട്ടുന്നില്ലല്ലോ അച്ഛനും അമ്മയ്ക്കും. എന്തൊരു സന്തോഷത്തിലായിരുന്നു അമ്മയെന്നറിയോ? കടമകളൊക്കെ തീർത്ത് വിദേശത്തേക്ക് പോകുന്നു. കുറെ നാള് കഴിഞ്ഞിട്ട് ഞാനും വരണം അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പഴയ കാര്യങ്ങളൊന്നും അറിയാതെ കുറച്ചു നാൾ അവിടെ ജീവിക്കണം, അത് അമ്മ പറഞ്ഞു. പക്ഷെ അവര് പോയി, എന്നേക്കുമായിട്ട് പോയി. ആരുടെ കുഴപ്പം, ആരുടെ ശാപം, ആരുടെ ശത്രുതയാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ അമ്മയില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കണമെന്നില്ല വരും. എനിക്ക് എന്തെങ്കിലും പറ്റിയാ മതിയായിരുന്നു. പറയല്ലേ, ചതിച്ചവരാരായാലും അവർക്ക് ശ്യാമാമ്മയുടെ ഒരമ്മയോ തന്നെ പോലെ ഒരു മകളെയോ മനസ്സിലാക്കാനുള്ള കഴിവില്ല.